വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് സാറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ചാർജ് നഴ്സ് മസ്റ്റ് ട്രാൻസ്ഫർ എ ഫീമെയിൽ ക്ലയൻറ്റ് ഫ്രം ദ മെഡിക്കൽ സർജിക്കൽ യൂണിറ്റ് ടു ദ മെറ്റേണിറ്റി യൂണിറ്റ് ടു മേക്ക് എ ബെഡ് അവൈലബിൾ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതായത് എന്താണ് കോൺസെപ്റ്റ് എന്ന് നോക്കുക, എന്താണ് എൻക്ലെക്സ് അസസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നമുക്ക് സാധാരണ എൻക്ലെക്സിന് അഡ്മിഷനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്, ഡിസ്ചാർജിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്, ട്രാൻസ്ഫറിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ ട്രാൻസ്ഫറിലുള്ള ഒരു പേഷ്യൻറ്റിനെ സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് നമുക്കുണ്ടോ എന്നാണ് എൻക്ലെക്സ് ഇവിടെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ട്രാൻസ്ഫർ, ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? രണ്ട് രീതിയിലാണ് ഒരു പേഷ്യൻ്റെ ട്രാൻസ്ഫർ എൻക്ലെക്സ് ആറിൽ ചോദിക്കുന്നത്. ഒന്ന്, ഒരു പേഷ്യൻറ്റിന് അഡ്വാൻസ്ഡ് കെയർ കൊടുക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തത് ബെഡ് അവൈലബിൾ ആക്കാൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കാണാം ബെഡ് അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എടുക്കുക. സോ ട്രാൻസ്ഫർ, ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു നേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു കെപ്പബിലിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണിത്. ആൻഡ് ട്രാൻസ്ഫറിൽ തന്നെ ബെഡ് അവൈലബിലിറ്റിക്ക് വേണ്ടിയുള്ളൊരു ട്രാൻസ്ഫറാണ്. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, ഒരു പേഷ്യൻറ്റിന് അഡ്വാൻസ്ഡ് കെയർ കൊടുക്കാനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യൻറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലേ? ആൻഡ് ബെഡ് അവൈലബിൾ ആക്കാനായിട്ട് ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, ഒരു സ്റ്റേബിളായുള്ള പേഷ്യൻറ്റിനെ മാത്രമേ നമുക്ക് വേറൊരു യൂണിറ്റിലോട്ട് മാറ്റി വേറൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ മെഡിക്കൽ സർജിക്കൽ യൂണിറ്റിൽ നിന്ന് മെറ്റേണിറ്റി യൂണിറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പം മെഡിക്കൽ സർജിക്കൽ യൂണിറ്റിലെ കെയർ ആവശ്യമില്ലാത്ത ഒരു പേഷ്യൻറ്റിനെ വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, സോ ബെഡ് അവൈലബിലിറ്റിക്ക് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, സ്റ്റേബിൾ ക്ലയൻറ്റ് ആരാണെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ക്ലയൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? പല രീതിയുണ്ട്. ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരിക്കലും കണ്ടീഷനിൽ ഫോക്കസ് കൊടുക്കാതിരിക്കുക. കണ്ടീഷൻ പ്രയോറിറ്റൈസ് ചെയ്യരുത്. പേഷ്യൻ്റ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക. പേഷ്യൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു ട്രാൻസ്ഫർ ദ ക്ലയൻറ്റ് ഹൂ ഈസ്. സോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇതിൽ ആരെയാണ്? സോ ഇത്രയും, ഇത് ബെഡ് 1 പേഷ്യൻ്റ്, ബെഡ് 2, ബെഡ് 3, ബെഡ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പം പേഷ്യൻറ്റ് 1, പേഷ്യൻറ്റ് 2, പേഷ്യൻറ്റ് 3, പേഷ്യൻറ്റ് 4. സോ ഈ 4 പേഷ്യൻറ്റിൽ ആരെയാണ് നമുക്ക് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം അവിടെ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് നോക്കുക. ഇവിടെ 28 years old ഹാഡ് എ റൈറ്റ് മാസ്റ്റക്ടമി ആൻഡ് ഹാസ് എ ക്ലോസ്ഡ് വൂണ്ട് ഡ്രെയിനേജ് സിസ്റ്റം. സോ നമ്മളൊരു ഓപ്ഷൻ കാണുമ്പം ഈ മാസ്റ്റക്ടമി എന്താണ്, 28 years, 49, 56, 70 years, അങ്ങനെ ഏജ് വെച്ചിട്ടോ കണ്ടീഷൻ വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിസ് മെലൈറ്റിസ് ആണോ മാസ്റ്റക്ടമി ആണോ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് നമ്മൾ ആലോചിച്ച് സമയം കളയും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി, റൈറ്റ് മാസ്റ്റക്ടമി കഴിഞ്ഞു, ഒരു പേഷ്യൻറ്റിന് ക്ലോസ്ഡ് വൂണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. നൗ ഈ പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടോ? സ്റ്റേബിൾ ആണെന്നോ അൺസ്റ്റേബിൾ ആണെന്നോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ നമുക്കറിയില്ല. അടുത്തത് 49 years old ഹാസ് ഡയബറ്റിസ് മെലൈറ്റസ് ആൻഡ് ഹാസ് ബിഗൺ റിസീവിങ് ഇൻസുലിൻ. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇൻസുലിൻ. സോ ഈ പേഷ്യൻറ്റ് സർജിക്കൽ യൂണിറ്റിൽ വേണ്ട പേഷ്യൻ്റ് ആണ്, അല്ലേ? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് ആ പേഷ്യൻറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ പേഷ്യൻ്റ് അല്ല, അല്ലേ? ഇനി 56 year old has hepatitis C and has been febrile for 24 hours. So ഫീവർ അല്ലെങ്കിൽ വൈറ്റൽ സൈൻസ് ഒക്കെ 24 hours കൂടുതൽ നോർമൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫെബ്രൈൽ ആണ്. സോ പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്. സോ അവിടെ ഹെപ്പറ്റൈറ്റിസ് സിനെക്കാട്ടിലും നമ്മളെ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ഹെപ്പറ്റൈറ്റിസ് സിയിൽ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫെബ്രൈൽ ആണോ എഫെബ്രൈൽ ആണോ എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. സോ അതുകൊണ്ടാണ് ഓപ്ഷനിൽ കണ്ടീഷനിൽ ഫോക്കസ് ചെയ്യാതെ എന്താണ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും അല്ല,
നിങ്ങൾക്ക് പ്രയോറിറ്റൈസേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ NCLEX ആറിന് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രയോറിറ്റൈസേഷനിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണിത് കേട്ടോ. Now 70 years old has a fractured left tibia and had an external fixation device applied 48 hours ago. So again, ഈ പേഷ്യൻ്റ് ഒരു എക്സ്റ്റേണൽ ഫിക്സേഷൻ ഡിവൈസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇപ്പം കറൻ്റ്ലി എന്താണ് പേഷ്യൻ്റ് സിറ്റുവേഷൻ എന്ന് കൊടുത്തിട്ടില്ല. ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ ഫിക്സേഷൻ ഡിവൈസ് അപ്ലൈ ചെയ്തിരിക്കുന്ന പേഷ്യൻ്റ് മെഡിക്കൽ സർജിക്കൽ യൂണിറ്റിലാണ് അവരെ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലേ? അതൊരു ഡിവൈസാണ്. സോ അവിടെ 48 hours ആണോ അല്ലയോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. സോ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ആൻസർ ഓപ്ഷന്, അല്ലാതെ പേഷ്യൻ്റെ കണ്ടീഷനോ പേഷ്യൻ്റ് ചെയ്ത പ്രൊസീജിയറിനെയോ ബേസ് ചെയ്തിട്ടല്ല. സോ എ ഓപ്ഷനിൽ നമുക്ക് കാണുന്നിടത്തോളം റൈറ്റ് മാസ്റ്റക്ടമി കഴിഞ്ഞു, സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് കൊടുത്തിട്ടില്ല. സോ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ അത്രയും ഓർത്താൽ മതി, അല്ലാതെ ക്ലോസ്ഡ് വൂണ്ട് ഡ്രെയിനേജ് സിസ്റ്റം എന്താണ് അതിൻ്റെ തിയറി ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. സോ ഇത്രയേ ഉള്ളൂ. NCLEX നമ്മുടെ റൈറ്റ് മാസ്റ്റക്ടമി എന്നൊരു കണ്ടീഷനെ കുറിച്ചുള്ള നോളജ് അല്ല കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് റൈറ്റ് മാസ്റ്റക്ടമി എന്താണെന്നൊരു ഐഡിയ മതി, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലൈറ്റിസ് ഏത് സിസ്റ്റം റിലേറ്റഡ് ആണെന്നൊരു ഐഡിയ മതി നമുക്ക്. ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് ഏത് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെന്നൊരു ഐഡിയ നമുക്ക് മതി. അപ്പോൾ പല കണ്ടീഷനും നമ്മൾ NCLEXൽ പഠിക്കുമ്പോൾ നമ്മളത് ഏത് സിസ്റ്റം റിലേറ്റഡ് ആണ്, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റണം, കാരണം എല്ലാ തിയറിയും നമുക്ക് ഓർത്തിരിക്കാനോ അത് ആലോചിച്ച് സമയം കളയാനോ NCLEXന് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്തതെല്ലാം ഓർത്തെടുക്കാനോ പഠിച്ച നോളജ് എല്ലാം ഓർത്തെടുത്ത് ബൈഹാർട്ട് ചെയ്തതെല്ലാം മനസ്സിലാക്കി വീണ്ടും ഓർത്തെടുത്ത് കമ്പയർ ചെയ്യാനുള്ളൊരു ടൈമോ അല്ലെങ്കിൽ അത് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും എളുപ്പത്തിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവാനും സാധിക്കും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സിയിലാണ് പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ആ കണ്ടീഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മുടെ മുമ്പിലുള്ളത് അത് വെച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ തിയറീസ് ഒരുപാട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് NCLEXൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.